ഹലോ, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയ്ക്ക് ഇന്നൊരു ആകോലി കിട്ടി. അമ്മ അതിൽ നിന്ന് കറി വെക്കാൻ പോകുവാണ്. അതെങ്ങനെയാന്ന് അമ്മയൊന്ന് കാണിക്കാൻ തേണ്ട. ഇതാണ് ആകോലി. അമ്മ ഇത് വെട്ടി റെഡിയാക്കിക്കൊണ്ട് വരട്ടെ. എന്നിട്ട് മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ കാണിക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും അമ്മയൊന്ന് കാണിക്കുവാണേ. അമ്മേൻ്റെ ആകോലിയെല്ലാം വെട്ടി കഴുകി ചട്ടിക്കകത്ത് കൊണ്ട് വെച്ചു. ഇനി അമ്മ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞുകൊണ്ട് വരട്ടെ. അരിഞ്ഞ് നമുക്കത് കറി വെക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. നമുക്ക് ഇനി തീ കത്തിച്ച് ചട്ടി അടുപ്പയിലോട്ട് വെക്കാം. ചട്ടി ചൂടാകട്ടെ. ഇപ്പോഴത്തേക്കാണ് അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചോള വെളുത്തുള്ളി ചതച്ചതും, ചുമന്നുള്ളി 2-3 കഷ്ണം അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ കരിയാപ്പല. നമുക്ക് ചട്ടി ചൂടാകട്ടെ. നമ്മുടെ ചട്ടി ചൂടായി. നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 സ്പൂൺ എണ്ണ അമ്മ ഒഴിച്ചു. നമുക്ക് ഇച്ചിരി കടുകിടാം. നമ്മുടെ കടുക് പൊട്ടി. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ അങ്ങോട്ടിടാം. ഇത് മൂക്കട്ടെ. നല്ലതായിട്ട് നല്ലൊരു കറിയാണ് ആകോലിക്കറി. ചോറുണ്ണാൻ നമുക്ക് നല്ലതാ. കപ്പയോ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാ. പിന്നെ ചപ്പാത്തിയെ വേറോട്ടായെ ഒക്കെ അതിൻ്റെ കൂടെയും കഴിക്കാനൊക്കെ നല്ലതാ മീൻകറി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇടാം. നമുക്ക് പൊടി വകയെല്ലാം ഇടാം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ്, 2 സ്പൂണ്, 3 സ്പൂണ് മുളക് പൊടി ഇട്ടു. നല്ലോണം ഇതൊന്ന് ചുമക്കട്ടെ. പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മുടെ മുളകിന്റെ പച്ചമണം എല്ലാം മാറി. അമ്മ തോടംപുളി 2-3 വെള്ളത്തിലിട്ടതായിരുന്നു. അത് മീൻ അരപ്പിനകത്തോട്ട് ഒഴിക്കാൻ പോവാ. അമ്മ വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു തെറ്റ് വന്നു, എല്ലാവരും ക്ഷമിക്കണം. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. തോടംപുളിയാണ് 2-3 കഷ്ണം. പുളിയിട്ട പുളി വെള്ളവും പുളിയും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു. തോടംപുളിയാണ് നമ്മൾ മീൻകറിക്ക് എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക്. നമുക്കിതിനകത്തോട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂണ്
ഉലുവ പൊടിച്ചത്, പാകത്തിന് ഉപ്പ്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീൻ പറക്കിയിടാം. നമ്മുടെ മീൻ അരപ്പെല്ലാം തിളച്ച് നമുക്കിനി മീൻ പറക്കിയിടാം. നല്ലവണ്ണം ഇത് വേകട്ടെ, വെന്ത് പറ്റട്ടെ. നമുക്ക് അടച്ച് വെക്കാം. നമ്മുടെ മീൻകറിയെല്ലാം നല്ലതായിട്ട് പറ്റി നന്നായിട്ട്. നമുക്ക് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ മീൻകറിക്ക് നല്ല രുചിയാണ്. ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയോ ഇറട്ടായിയുടെ കൂടെ ചക്ക കപ്പയുടെ കൂടെ എല്ലാം കഴിക്കാൻ കൊള്ളാവുന്ന ഒരു മീൻകറിയാണ്. ഏറ്റവും നല്ലതാണ്. നല്ല പോഞ്ച് പോലെ ഇരിക്കും. ആകോലി തല പോലും അതിന്റെ കളയണ്ട. അത് നല്ല പോഞ്ച് പോലെ ഇരിക്കുന്ന അതിൻ്റെത്. അങ്ങനെ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമ്മയുടെ ചാനൽ കാണണം. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.